എല്ലാവർക്കും മല്ലു.ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വാട്ട ഈറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 4:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റു. അന്നേരം തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. പച്ചവെള്ളം കുടിക്കും. എന്നും എഴുന്നേറ്റപാട് അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ. പിന്നെ ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ചെത്തിട്ട് അടുപ്പത്ത് വെച്ചു. ഇപ്പോൾ നമ്മളിന്ന് ബാജിക്കറി ഉണ്ടാക്കാനാണ്. അപ്പം മോൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അപ്പോൾ മോക്കൊരു 7:45 ആകുമ്പോൾ പോകണം. പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ആക്കി. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മോൻ എൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇവൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തിയും ബാജിക്കറി ആക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണാം. ലൈറ്റ് വെട്ടത്തിലല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയും ആദ്യമാക്കി. അപ്പോൾ ഞാൻ വാഴക്കൂമ്പും ചെറുപയറും കൂടെ തോരൻ വെച്ചിട്ടുണ്ട് രാവിലത്തേക്ക്. അപ്പം അവർക്ക് 2 പേർക്കും ഭക്ഷണം കൊണ്ടുപോകണം. അപ്പോൾ വാഴക്കൂമ്പൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. വയറിൽ അഴുക്കൊക്കെ പോകാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ വാഴക്കൂമ്പും ചെറുപയറും കൂടെ തോരൻ വെച്ചു. ഇനി കറിയായിട്ട് എന്താ വെച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് മോരാണ് കറിയാക്കിയത്. മോര് കറി എന്ന് പറയുമ്പോൾ തേങ്ങ ഒന്നും അരച്ച മോരല്ല, അല്ലാതെ തന്നെ ആക്കിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോര് കറിയാണ്. പിന്നെ ഇതേ ബാജിക്കറി ആക്കി കേട്ടോ. അപ്പോഴത്തേനും തേങ്ങയൊക്കെ വെന്തു. അപ്പോൾ റെഡിയായി. അപ്പോൾ ഇതൊന്നും ആകുന്നതൊന്നും ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നല്ലേ കാണിച്ചിരുന്നു. അപ്പോൾ കറി ആകുന്ന ടൈമൊന്നും കാണിച്ചില്ല. അത് ഈ നേരമൊക്കെ ആയപ്പോഴത്തേനും മോനും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും, മോള് പോയി, ചേട്ടൻ പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട്. നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു 8:30 ആയി സമയം നമ്മൾ കഴിക്കുന്നത് കേട്ടോ. നമ്മൾ 2 ചപ്പാത്തിയും കുറച്ച് ബാജിക്കറിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോന്നായിരിക്കും. എന്നിപ്പോൾ നമ്മൾ ബാജി ചപ്പാത്തിയാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. വാവയ്ക്കല്ലേ, വാവയ്ക്ക് തരാവേ. അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ 10-11 മണി ആയപ്പോൾ നമ്മൾ കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ ഈത്തപ്പഴം എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് ചോറ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉണക്കമീൻ കഷ്ണമുണ്ട്. രാവിലെ ഉണ്ടാക്കിയ കറികൾ ചെറുപയറും കൂമ്പും കൂടെ തോരൻ വെച്ചത്, മോര് കറി. അപ്പോൾ ചോറൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ മോൻ വന്നു. അപ്പോൾ അവന് ഇച്ചിരി ചോറ് വാരി കൊടുത്തു. അതിനിടയ്ക്ക് ഞാൻ അവന് ഇച്ചിരി കുറുക്കുണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും അവൻ എന്തൊക്കെ കഴിച്ചാലും നമ്മൾ കഴിക്കുന്ന കൂട്ടത്തിൽ അവന് ഇച്ചിരി ഭക്ഷണം വേണം. അപ്പോൾ അവനത് ചോദിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ കഴിക്കാൻ വലിയ താല്പര്യമാണ്. ഇനി എപ്പോഴും അങ്ങനെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. അപ്പോൾ വാഴക്കൂമ്പും ചെറുപയറൊക്കെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവനതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ചത്തെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഉച്ചത്തെ ഊണെന്ന് പറയുന്നത്. അപ്പോൾ മോന് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാനും വേഗം ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ കൂട്ടത്തിൽ കിടക്കണം. അപ്പോൾ എന്നാലും അവൻ കുറച്ചൊന്നും ഉറങ്ങുള്ളൂ. അവൻ ഉറങ്ങിയാലേ എൻ്റെ ബാക്കി പണിയൊക്കെ കഴിയുള്ളൂ. ഇപ്പോൾ വൈകുന്നേരത്തേക്ക് പണിയൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ സമയം 6 മണിയായി. അപ്പം ചേട്ടനും മോളും ഒക്കെ വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചായക്ക് ആക്കിയേക്കുന്നത് നൂഡിൽസാണ്. അപ്പോൾ നൂഡിൽസ് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നൂഡിൽസും ഒരു കഷ്ണം മാങ്ങാപ്പഴമാണ് ഇന്നത്തെ നമ്മുടെ ചായയുടെ കടിയെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിരിക്കും കേട്ടോ. അപ്പം മോനാണെങ്കിൽ മാങ്ങാപ്പഴം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചായയുടെ സമയം. ഇതിപ്പോൾ രാത്രിയായി. ഇപ്പോൾ രാത്രിയിലേക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയേക്കുന്നത്. ഗോതമ്പ് ദോശയും അയല വറുത്തതും അതുപോലെ രാവിലത്തെ തോരനും ഉണ്ട് കേട്ടോ. ചാറ് പിന്നെ എടുത്തില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ അത്താഴം രാത്രിയല്ലേ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റൊക്കെ അയക്കണേ. ഇതിപ്പം മോനെ ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവനെ ഉറക്കണം. അപ്പം രാത്രിയിൽ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. പാത്രമൊക്കെ കഴുകി വെച്ച് കിടന്നുറങ്ങുക. അപ്പോൾ ഇന്നത്തെ വാട്ട ഈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.